ജന്മാഥോ കർമ്മനാമസ്ഫുടമിഹ ഗുണദോഷാദികം വാ നയസ്മിൻ ലോകാനാമൂതയേയ സ്വയമനുഭജത്തെ താനി മായാനുസാരീ വിഭ്രച്ഛക്രീരൂപോപി ച ബഹുതരരൂപോ വഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധർമ്മേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. ജന്മാഥോ കർമ്മനാമസ്ഫുടമിഹ ഗുണദോഷാദികം വാ നയസ്മിൻ ലോകാനാമൂതയേയ സ്വയമനുഭജത്തെ താനി മായാനുസാരീ ബിഭ്രച്ഛക്രീരൂപോപി ച ബഹുതരരൂപോ വഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധർമ്മേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. 98-ാം ദശകം 2-ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. അപ്പോ ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഇഹ യസ്മിൻ ജന്മ അഥോ കർമ്മ നാമ ഗുണദോഷാദികം വാ സ്ഫുടം ന എന്ന് പറയുന്ന ശ്ലോകത്തില് ഇഹ യസ്മിൻ ജന്മ അഥോ കർമ്മ നാമ ഗുണദോഷാദികം വാ സ്ഫുടം ന. അതായത് ഇവിടെ ഇഹ എന്ന് പറയുമ്പോൾ ഇവിടെ യാതൊരുത്തനിൽ യസ്മിൻ യാതൊരുത്തനിൽ ജന്മ അഥോ കർമ്മ എന്ന് പറയുമ്പോൾ ജന്മമോ കർമ്മമോ പിന്നെ പറയണു നാമ ഗുണദോഷാദികം വാ സ്ഫുടം ന. അപ്പൊ ജന്മമോ കർമ്മമോ നാമമോ ഗുണദോഷാദികളോ അതായത് സുഖ ദുഃഖാദികൾ. ഇപ്പോ ജന്മമോ കർമ്മമോ നാമമോ ഗുണദോഷാദികളോ സ്ഫുടം ന പരമാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലയോ. സ്ഫുടം ന എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പരമാർത്ഥത്തിൽ ഇല്ലയോ. അപ്പൊ ഇഹ യസ്മിൻ ജന്മ അഥോ കർമ്മ നാമ ഗുണദോഷാദികം വാ സ്ഫുടം ന എന്ന് പറയുമ്പോൾ ഇവിടെ യാതൊരുത്തനിൽ ജന്മമോ കർമ്മമോ നാമമോ ഗുണദോഷാദികൾ അതായത് സുഖ ദുഃഖാദികളോ സ്ഫുടം ന പരമാർത്ഥത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ലയോ. എല്ലാം ആ ദിവ്യ ശക്തിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. യഹ് ലോകാനാം ഊതയേ യഹ് ലോകാനാം ഊതയേ എന്ന് പറയുമ്പോൾ യാതൊരുത്തൻ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് എന്നാണ്. യഹ് ലോകാനാം ഊതയേ എന്ന് പറയുമ്പോൾ യാതൊരുത്തൻ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് മായാനുസാരി സ്വയം താനി അനുഭജത്തെ. ശ്ലോകത്തിൽ പറയണു മായാനുസാരി സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ
ലോകാനാം ഊതയെ മായാനുസാരി സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ യാതൊരുത്തൻ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് മായാനുസാരി എന്ന് പറയുമ്പോൾ മായയെ അനുസരിച്ച് സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ സ്വയം ജന്മകർമാദികളെ, താനി എന്ന് പറയുമ്പോൾ അവയെ, അതായത് ജന്മകർമാദികളെ കൈക്കൊള്ളുന്നുവോ എന്നാണ്. അനുഭജത്തെ എന്ന് പറയുമ്പോൾ കൈക്കൊള്ളുന്നുവോ എന്നാണ്. അപ്പോ ലോകാനാം ഊതയെ സ്വയം താനി മായാനുസാരി സ്വയം താനി അനുഭജത്തെ എന്നാണ്. ലോകാനാം ഊതയെ മായാനുസാരി സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ യാതൊരുത്തൻ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് മായയെ അനുസരിച്ച് സ്വയം അവയെ കൈക്കൊള്ളുന്നുവോ എന്നാണ്. സ്വയം ജന്മകർമാദികളെ, താനി എന്ന് പറയുമ്പോൾ സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ സ്വയം അവയെ കൈക്കൊള്ളുന്നുവോ, അതായത് ജന്മകർമാദികളെ കൈക്കൊള്ളുന്നുവോ എന്നാണ്. അപ്പോൾ വാസ്തവം ആലോചിച്ചാൽ ആദ്യം പറഞ്ഞു ഇഹ യസ്മിൻ ജന്മ അഥോ കർമ്മ നാമ ഗുണദോഷാധികം വ സ്ഫുടം എന്നൊക്കെ. ഇവിടെ യാതൊരുത്തനിൽ ജന്മമോ കർമ്മമോ നാമമോ ഗുണദോഷാദികളോ, അതായത് സുഖദുഃഖാദികളോ യഥാർത്ഥത്തിൽ ഇല്ലയോ. പിന്നെ പറഞ്ഞു ലോകാനാം ഊതയെ മായാനുസാരി സ്വയം താനി അനുഭജത്തെ എന്നാണ്. വാസ്തവത്തിലില്ല, പക്ഷെ ലോകാനാം ഊതയെ മായാനുസാരി സ്വയം താനി അനുഭജത്തെ, യാതൊരുവൻ ലോക നന്മയ്ക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് മായയെ അനുസരിച്ച് സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ സ്വയം ഈ ജന്മകർമാദികളെ കൈക്കൊള്ളുന്നുവോ. ശക്തിഹി ബിഭ്രത് എന്ന് പറയുന്നു. മായാശക്തികളെ ധരിക്കുന്നവനായി. ശക്തിഹി ബിഭ്രത് എന്ന് പറയുമ്പോൾ മായാശക്തികളെ ധരിക്കുന്നവനായി. ബിഭ്രശക്തിരൂപോപി എന്നൊക്കെയാണ് ശ്ലോകത്തില്. ശക്തിഹി ബിഭ്രത് എന്ന് പറയുമ്പോൾ മായാശക്തികളെ ധരിക്കുന്നവനായി, അതായത് വിദ്യ അവിദ്യ ജ്ഞാനം ഐശ്വര്യം മുതലായവയെ ധരിക്കുന്നവനായി. വാസ്തവത്തിൽ ഒന്നുമില്ല, പക്ഷെ മായാനുസാരി മായയെ അനുസരിച്ച് ജന്മകർമാദികളെ കൈക്കൊള്ളുന്നുവോ, അതുപോലെ ശക്തിഹി ബിഭ്രത് മായാശക്തികളെ ധരിക്കുന്നവനായി. ശക്തിഹി ബിഭ്രത് ബിഭ്രശക്തിരൂപോപിച്ച എന്നൊക്കെയാണ് ശ്ലോകത്തില്. അപ്പൊ നമ്മൾ പദം മുറിക്കുമ്പോൾ ശക്തിഹി ബിഭ്രത് എന്ന് പറയുമ്പോൾ മായാശക്തികളെ ധരിക്കുന്നവനായി. പിന്നെ പറയണു അരൂപ അതി ബഹുതര രൂപ ച അത്ഭുതാത്മാ അവഭാതി എന്നാണ്. അവിടെ നമ്മൾ ശ്ലോകം ചെല്ലുമ്പോൾ ബിഭ്രശക്തിരൂപോപിച്ച ബഹുതര രൂപോവഭാത്യ അത്ഭുതാത്മാ എന്നൊക്കെയാണ് ചെല്ലുണ്ട്. അവഭാതി എന്നൊക്കെയാണ് പദം വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ അരൂപ അതി ബഹുതര രൂപ ച അത്ഭുതാത്മാ അവഭാതി. വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും അരൂപ അതി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും ബഹുതര രൂപ ച എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും അനേക വിധത്തിലുള്ളതായിട്ടുള്ള രൂപത്തോട് കൂടിയവനായും എന്നാണ്. ബഹുതര രൂപ എന്ന് പറയുമ്പോൾ
ബഹുതര രൂപാച്ച എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും അനേകം വിധത്തിലുള്ള രൂപത്തോട് കൂടിയവനായും, പിന്നെ അത്ഭുതാത്മാ പല വിധത്തിലുള്ള അത്ഭുത രൂപത്തോട് കൂടിയവനായും എന്നാണ്. അത്ഭുതാത്മാ പല വിധത്തിലുള്ള അത്ഭുത രൂപത്തോട് കൂടിയവനായും, വാസ്തവത്തിൽ രൂപമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും ബഹുതര രൂപ അത്ഭുതാത്മാ അവഭാതി എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും അനേക വിധത്തിലുള്ള രൂപത്തോട് കൂടിയവനായും പല വിധത്തിലുള്ള അത്ഭുത രൂപങ്ങളോട് കൂടിയവനായും അവഭാതി എന്ന് പറയുമ്പോൾ ശോഭിക്കുന്നു എന്നാണ്. അപ്പോ ബിഭ്രച്ഛക്തിരൂപോപി ച ബഹുതര രൂപോ വഭാത്യത്ഭുതാത്മാ എന്നൊക്കെ പറയുമ്പോൾ ശക്തി ബിഭ്രത് മായാശക്തികളെ ധരിക്കുന്നവനായി, അരൂപ അപി ബഹുതര രൂപ ച അത്ഭുതാത്മാ അവഭാതി വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും അനേക വിധത്തിലുള്ള രൂപത്തോട് കൂടിയവനായും പല വിധത്തിലുള്ള അത്ഭുത രൂപങ്ങളോട് കൂടിയവനായും അവഭാതി ശോഭിക്കുന്നു ഗുരുവായൂരപ്പ അവിടുന്ന്. പിന്നെ പറയണു കൈവല്യധാമനേ പരരസ പരിപൂർണായ എന്നൊക്കെ ഭക്തി നിറഞ്ഞു നിൽക്കുന്നതായ കാര്യങ്ങൾ. കൈവല്യധാമേ പരരസ പരിപൂർണായ തസ്മൈ തേ നമഃ. കൈവല്യധാമേ പരരസ പരിപൂർണായ തസ്മൈ തേ നമഃ. മോക്ഷത്തിന് ഇരിപ്പിടമായും ബ്രഹ്മാനന്ദരസം നിറഞ്ഞവനായും ഇരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങയ്ക്കായി വിഷ്ണു ഗുരുവായൂരപ്പ നമസ്കാരം. അപ്പോ കൈവല്യധാമേ പരരസ പരിപൂർണായ തസ്മൈ തേ നമഃ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ മോക്ഷത്തിന് ഇരിപ്പിടമായും ബ്രഹ്മാനന്ദരസം നിറഞ്ഞവനായും ഇരിക്കുന്ന തസ്മൈ തേ നമ അങ്ങയ്ക്കായി വിഷ്ണു ഗുരുവായൂരപ്പ നമസ്കാരം. ഒരു പ്രാവശ്യം കൂടി പറയാം. ഇഹ യസ്മിൻ ജന്മ അഥോ കർമ്മ നാമ ഗുണദോഷാദികം വാ സ്ഫുടം ന. ഇവിടെ യാതൊരുത്തനിൽ ജന്മമോ കർമ്മമോ നാമമോ ഗുണദോഷാദികളോ അതായത് സുഖ ദുഃഖാദികളോ സ്ഫുടം ന പരമാർത്ഥത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ലയോ. യ ലോകാനാം ഊതയേ മായാനുസാരി സ്വയം താനി അനുഭജത്തെ. യാതൊരുത്തൻ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് മായയെ അനുസരിച്ച് സ്വയം താനി അതായത് സ്വയം ജന്മകർമാദികളെ അനുഭജത്തെ കൈക്കൊള്ളുന്നുവോ. സ്വയം താനി അനുഭജത്തെ എന്ന് പറയുമ്പോൾ സ്വയം അവയെ അതായത് ജന്മകർമാദികളെ കൈക്കൊള്ളുന്നുവോ. ശക്തിഹി ബിഭ്രത് എന്ന് പറയുമ്പോൾ മായാശക്തികളെ ധരിക്കുന്നവനായി അതായത് വിദ്യ അവിദ്യ ജ്ഞാനം ഐശ്വര്യം മുതലായവയെ ധരിക്കുന്നവനായി അരൂപ അപി ബഹുതര രൂപാച്ച അത്ഭുതാത്മാ അവഭാതി വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും അരൂപ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ രൂപമില്ലാത്തവനാണെങ്കിലും ബഹുതര രൂപ അത്ഭുതാത്മാ ബഹുതര രൂപാച്ച അത്ഭുതാത്മാ അവഭാതി അനേക വിധത്തിലുള്ള രൂപത്തോട് കൂടിയവനായും
പല വിധത്തിലുള്ള അത്ഭുത രൂപങ്ങളോട് കൂടിയവനായും അവഭാതി ശോഭിക്കുന്നു. ഗുരുവായൂരപ്പ അവിടുന്ന് ഇപ്രകാരമുള്ള കൈവല്യധാംനേ പരരസ പരിപൂർണായ ഒക്കെയാണ്. ഇപ്രകാരമുള്ള മോക്ഷത്തിന് ഇരിപ്പിടമായും ബ്രഹ്മാനന്ദരസം നിറഞ്ഞവനായും ഇരിക്കുന്ന തസ്മൈ തേ നമ വിഷ്ണോ തസ്മൈ തേ നമ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയ്ക്കായി, വിഷ്ണു ഗുരുവായൂരപ്പ അപ്രകാരമെല്ലാം ഇരിക്കുന്ന അങ്ങയ്ക്കായിട്ട് നമസ്കാരം. മറ്റുള്ള ജന്മങ്ങളിൽ നിന്ന് അവതാരങ്ങൾക്കുള്ള വ്യത്യാസം ജന്മകർമാദികളെ സ്വയം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി ഗീതയിൽ പറയണു, അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം ന വിദ്യതേ യസ്യ ച ജന്മ കർമ്മ വാ. ഭാഗവതത്തിൽ പറയണു, ന വിദ്യതേ യസ്യ ച ജന്മ കർമ്മ വാ ന നാമരൂപേ ഗുണദോഷ ഏവ വാ തഥാപി ലോകാവ്യയസംഭവായ സ്വമായയാ താന്യനുകാലമൃച്ഛതി. ഭാഗവതത്തിൽ പറയുന്നതാണ്.